നിങ്ങൾ പഞ്ചാബിൽ പോവുകയാണെങ്കിൽ നോർമാൻ ബോർലോഗ്, അതായത് അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഇതൊക്കെ പലയിടത്തോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ പലയിടത്തും. ബില്ലി ഗ്രഹാമിൻ്റെ പേരിലും പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇന്ത്യയിൽ. അവിടെയൊക്കെ പല രീതിയിലുള്ള ചാരിറ്റിയും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ ഇവിടെ വരുമ്പോഴും ഇവരുടെ സംഭവമുണ്ട്, ഇവരുടെ സുവിശേഷമുണ്ട്, ഗോസ്പലുണ്ട്, അവർ പ്രസംഗിക്കാറുണ്ട്. അതാണ്, അല്ലാതെ അവരാരെയും ഫോഴ്സ്ഫുള്ളായിട്ട് ഒരാളെ പോലും കൺവേർട്ട് ചെയ്തിട്ടില്ല. പിന്നീട് മറ്റൊരു കാര്യം പറയാവുന്നത്, ഈ ബാക്ക് ഡോർ ടോക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, അത് പറഞ്ഞിട്ട് ഈ വീഡിയോ അങ്ങ് നിർത്താം. അന്ന് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചൊരു വഴിയുണ്ട്, അതായത് ബില്ലി ഗ്രഹാം ത്രൂ നിക്സണുമായിട്ട് ബന്ധമുണ്ടാക്കാൻ. അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചെയ്യാവുന്ന നല്ലൊരു ബാക്ക് ഡോർ ആയിരുന്നു ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാം ത്രൂ വൈറ്റ് ഹൗസിൽ. കാരണം അയാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ട്രംപ് ഇന്ത്യയെ പബ്ലിക്കലി ഈ പറയുന്ന പോലെ മോശമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അപ്പം അയാൾക്ക് അവിടെ വിസ നിഷേധിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇത് അമേരിക്കയുടെ ഇമോഷനാണ് ബില്ലി ഗ്രഹാം അദ്ദേഹത്തിൻ്റെ കുടുംബവും, ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഉൾപ്പെടെയുള്ളവർ. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ പല ഇമോഷൻസ് ഉണ്ട് ഇന്ത്യക്കാരുടെ. അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഇമോഷനാണ് ആ ഫാമിലി. കാരണം ആ ഫാമിലിയെ പറ്റി ആർക്കും സ്കാമായിട്ടോ സ്കാൻഡലായിട്ടോ ഒരു കാര്യവും പറയാനില്ല. അവർ ഇവാഞ്ചലിക്കലായിട്ട് ഗോസ്പൽ പറയുന്നവരാണ്. അത് അമേരിക്കയിൽ ഏകദേശം 11ഓളം പ്രസിഡന്റുമാർ ഉണ്ടായിട്ടുണ്ട്. അവർക്കെല്ലാം ഈ കുടുംബവുമായിട്ടും ഇവരുമായിട്ടും നല്ല ബന്ധമുണ്ട്. അതായത് ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെ ഇതേപോലെയുള്ള ഇൻസൾട്ട് ചെയ്തതിന് തീർച്ചയായിട്ടൊരു കാര്യം പറയാം, അമേരിക്ക ഈ കാര്യം വെറുതെ ഇരിക്കത്തില്ല. കാരണം അമേരിക്കയെ പറ്റി സ്റ്റഡി ചെയ്ത് നോക്കണം. അമേരിക്കൻ പ്രസിഡന്റുമാരെ പറ്റി, പ്രത്യേകിച്ച് ട്രംപിനെ സ്റ്റഡി ചെയ്ത് നോക്കണം. അയാളുടെ റൈറ്റ് ഹാൻഡ് മാനിനെ ഇതേപോലെ ഇൻസൾട്ട് ചെയ്താൽ അയാൾ മോദിയെയും വെറുതെ വിടത്തില്ല. അതിനു മുമ്പ് ഇതിനൊരു ടോക്സിൽ കൂടെ പരിഹാരമുണ്ടാക്കിയില്ല എങ്കിൽ അവർക്ക് ആ ചാൻസ് കിട്ടിയാൽ അവരത് കളയത്തില്ല. മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റിനും ശത്രുക്കളാണ്. അതായത് ബന്ധം പഴയ പോലെ പോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ സെൻറ്റിമെൻറ്റ്സ് ആണ്. അമേരിക്കയിൽ ജീവിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിക്കും ഈ പറയുന്ന RSSനും സംഘപരിവാറിനും അവിടെ ഇനി ആ പറയുന്ന പോലെ സുഖമായിട്ടുള്ള കാര്യങ്ങളൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം അവർ ഈ കാര്യം ഒരു കാരണവശാലും വെറുതെ വിടില്ല. അതിനു മുമ്പ് ഇത് സെറ്റിൽ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം.